സ്വന്തമായി വളരാനും വരുമാനം നേടാനും ആഗ്രഹമുണ്ടോ? എന്നാൽ അങ്ങനെ സ്വന്തമായി വരുമാനം നേടണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സർക്കാർ സഹായത്തോടെ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കാം. ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോണും നേടാം. ഇനി ഒരു സ്ത്രീയും ആരുടെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായി വരുമാനം കണ്ടെത്തി തല ഉയർത്തി ജീവിക്കാം. എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കേണ്ടത്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. ഇന്ന് ഈ വീഡിയോയിലൂടെ സ്ത്രീകളെ സഹായിക്കുന്ന 2 കേന്ദ്ര സർക്കാർ പദ്ധതികളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 പദ്ധതികളുടെ ലക്ഷ്യവും ഒന്ന് തന്നെയാണ്: സ്ത്രീകളെ സ്വയം പര്യാപ്തരാക്കുക, ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ലോൺ നൽകുക, അതുപോലെ തന്നെ നിങ്ങൾ ബിസിനസ് ആരംഭിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ട്രെയിനിങ് നൽകുക എന്നിങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും സർക്കാർ പിന്തുണയോടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഉദ്യോഗിനി സ്കീം, മഹിളാ കൊയർ യോജന എന്നിങ്ങനെ 2 യോജനകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. കുറെ ദിവസങ്ങളായി ഞാൻ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും നോക്കുമ്പോഴെല്ലാം കാണുന്നതാണ് സ്ത്രീധന പീഡനം മൂലം മരിക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന പെൺകുട്ടികളെ കുറിച്ച്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യുന്നത്? അവർക്ക് സ്വന്തമായ ഒരു ജോലിയോ സ്വന്തമായ ഒരു വരുമാനമോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും അവർ ആത്മഹത്യ എന്നൊരു ചിന്തയിലേക്ക് കടക്കില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളോടും, ഒരുപക്ഷെ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സ്വന്തമായി ജോലി ഇല്ലെങ്കിലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ, സ്വന്തമായി ബിസിനസ് ആരംഭിക്കാനോ അല്ലെങ്കിൽ ജോലി ചെയ്യാനോ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായി കാണുക. നിങ്ങളെ സഹായിക്കാൻ സർക്കാർ കൂടെയുണ്ട്. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. എങ്ങനെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മുന്നോട്ട് പോകാം എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. ഈ സ്കീമിനെ കുറിച്ച്, ഇതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെ നമുക്ക് ഉദ്യോഗിനി സ്കീം എന്താണെന്ന് നോക്കാം. ഉദ്യോഗിനി സ്കീം എന്നതിലൂടെ നമുക്ക് ലഭ്യമാകുന്നത് നാഷണലൈസ്ഡ് ബാങ്ക്സിലൂടെ നമുക്ക് ലോൺ ലഭ്യമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ഐഡിയ ഉണ്ടെങ്കിൽ, സ്വന്തമായി എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സർക്കാർ പിന്തുണയോടെ നിങ്ങൾക്ക് ലോൺ നേടാൻ സാധിക്കും. ഇനി ഈ സ്കീമിലൂടെ ആരൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു മേഖലയിലൂടെ പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് പല മേഖലയിലും സ്ത്രീകൾ സ്വന്തമായി എന്തെങ്കിലും ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകുക എന്നതാണ് ഈ ഒരു സ്കീമിലൂടെ പ്രധാനമായും ലക്ഷ്യമാക്കുന്നത്. നാടൻ കച്ചവടം മുതൽ കൃഷി വ്യവസായം വരെയുള്ള 88 തരം സംരംഭങ്ങൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് ലഭിക്കുന്നത്. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ലഭിക്കുന്ന ബെനിഫിറ്റ്സും അതുപോലെ തന്നെ സബ്സിഡിയും എന്താണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതിയിലൂടെ 3 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ലോൺ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് 30% വരെ സബ്സിഡിയും നേടാൻ സാധിക്കും. അതായത് 90,000 രൂപ വരെ നമുക്ക് ലാഭിക്കാൻ സാധിക്കും. ഇത്തരത്തിൽ 30% സബ്സിഡി ലഭിക്കുന്നത് SC/ST വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾ, അതുമല്ലെങ്കിൽ വിധവകളായ സ്ത്രീകൾ, അതുമല്ലെങ്കിൽ ഭിന്നശേഷിയുള്ള സ്ത്രീകൾ എന്നിവർക്കാണ് 30% സബ്സിഡി ലഭിക്കുന്നത്. ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു പദ്ധതിയിലൂടെ നിങ്ങൾക്ക് ലോൺ നേടാൻ സാധിക്കും. ലോൺ മാത്രമല്ല, ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഓൺട്രപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എന്ന പ്രോഗ്രാമിലും നിങ്ങൾ പങ്കുചേരേണ്ടതുണ്ട്. ഈ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ബേസിക് സ്കില്ലുകൾ, എങ്ങനെയാണ് ആരംഭിക്കേണ്ടത് എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുകയും ചെയ്യുന്നു. ഇനി ഈ ഒരു പദ്ധതിയിലൂടെ ലോൺ നേടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കുടുംബ വരുമാനത്തിന്റെ പരിധിയും അതുപോലെ തന്നെ വ്യവസായ യൂണിറ്റിന്റെ ചെലവും അടിസ്ഥാനമാക്കിയാണ് നിങ്ങൾക്ക് ഈ ഒരു തുക ലഭിക്കുന്നത്. ഇനി നിങ്ങൾ ഈ ഒരു ലോൺ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള കുടുംബശ്രീ CDS ഓഫീസുമായോ അതുമല്ലെങ്കിൽ നാഷണലൈസ്ഡ് ബാങ്ക് ഓഫീസുമായോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവിടെ നിങ്ങളുടെ ബിസിനസ് പ്ലാൻ, നിങ്ങൾ ഏത് തരം ബിസിനസ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ലോൺ നേടാൻ സാധിക്കും, എത്ര രൂപയാണ് നേടാൻ സാധിക്കും എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയാൻ സാധിക്കും. ഇനി ഈ ഒരു സ്കീമിലേക്ക് ഏതൊക്കെ തരം ഇൻഡസ്ട്രീസ് ആണ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. പലതരം ചെറുകിട വ്യവസായങ്ങൾ ഈ ഒരു സ്കീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കൃഷി, ഫുഡ് പ്രോസസിംഗ്, തനത് ഉൽപ്പന്നങ്ങൾ, ടൈലറിംഗ്, ഹാൻഡിക്രാഫ്റ്റ് തുടങ്ങി 88 വ്യവസായ മേഖലകൾ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായി ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഒരു മേഖലയിലാണോ ഇൻട്രസ്റ്റ്, ഏതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ നോളജ് ഉള്ളത്, ഏതൊരു ബിസിനസ് ആരംഭിക്കാനാണോ ആഗ്രഹം, അപ്പോൾ ആ ഒരു വ്യവസായത്തിന്റെ ഐഡിയ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു നൽകുകയാണെങ്കിൽ ഇത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, എത്ര രൂപയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള കൃത്യമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഉദ്യോഗിനി സ്കീമിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്കീമിൽ ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്
ചെയ്യുന്നത്, എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണ് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്കീമായ മഹിള കൊയ്ർ യോജന എന്താണെന്ന് നോക്കാം. ഈ ഒരു പദ്ധതി സ്ത്രീകളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കൊയ്ർ വ്യവസായ വികസന പദ്ധതിയാണ്. ഇനി ഈ ഒരു പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് നോക്കാം. യാൺ സ്പിന്നിംഗ്, ഫൈബർ പ്രോസസിംഗ്, കൊയർ മാറ്റ് വേവിംഗ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾക്ക് കൃത്യമായി പരിശീലനം നൽകി അവരെ ആ ഒരു മേഖലയിൽ പെർഫെക്റ്റ് ആക്കിയതിനു ശേഷം അവർക്ക് സ്വന്തമായി ഈ ഒരു മേഖലയിൽ ബിസിനസ് ആരംഭിക്കാനുള്ള എല്ലാ ക്ലാസുകളും കോച്ചിങ്ങും നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നത്. 2 മാസത്തെ പരിശീലനമാണ് ഇതിന്റെ ഒരു പ്രത്യേകതയെ നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഈ ഒരു പരിശീലന കാലയളവിൽ ഓരോ മാസവും സ്ത്രീകൾക്ക് 1000 രൂപ സ്റ്റൈഫൻഡും ലഭിക്കുന്നു. അത് നമുക്ക് വളരെ പ്രത്യേകമായി എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം നിങ്ങൾക്ക് ഇതിന്റെ പരിശീലനവും കൂടെ നിങ്ങൾക്ക് പണവും നേടാൻ സാധിക്കും. ഈ ഒരു പരിശീലനം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആവശ്യമായ എക്യുപ്മെന്റ്സ് എല്ലാം വളരെ കുറഞ്ഞ ചിലവിൽ നൽകുകയും ചെയ്യുന്നു. നമുക്കിനി ഈ ഒരു പദ്ധതിയിലൂടെ എക്യുപ്മെന്റ്സിന് കുറച്ച് സബ്സിഡി നൽകുന്നുണ്ട്. ആ ഒരു സബ്സിഡി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇത്തരത്തിൽ 2 മാസത്തെ പരിശീലനത്തിന് ശേഷം നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്പിന്നിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള കൊറിയർ പ്രോസസിംഗ് എക്യുപ്മെന്റ്സിനെല്ലാം 75% സബ്സിഡി നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നത്. നമുക്കിനി ഈ ഒരു പദ്ധതിയുടെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. കൊയർ ബോർഡാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. കൊയർ വികാസ് എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായി കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ഒരു പദ്ധതി വളരെ പ്രചാരം നേടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. ഒരു കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീക്കാണ് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നോടിയായി ആ ഒരു വ്യക്തി കൊയർ ആൻഡ് സ്പിന്നിങ്ങിൽ കൃത്യമായ പരിശീലനം നേടിയിട്ടുണ്ടാകണം. ഇത്രയും സമയം നമ്മൾ ഈ ഒരു 2 പദ്ധതികളുടെയും കൃത്യമായ അവലോകനമാണ് നടത്തിയത്. എങ്ങനെ നേടാം, ആർക്കൊക്കെ നേടാം, എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്, സബ്സിഡി എത്ര, ലോൺ എത്ര തുക നേടാം എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ കേരളത്തിലെ സാധ്യതകൾ എന്തൊക്കെയാണെന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കയർ ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളുടെ കേരളത്തിൽ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നത് വളരെ ബെനിഫിറ്റ് ആയിരിക്കും. നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് 2 മാസത്തെ ട്രെയിനിങ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സ് നിങ്ങൾക്ക് ഏകദേശം 75% സബ്സിഡി ലഭിക്കുന്നു. നിങ്ങൾ ട്രെയിനിങ് പീരീഡിൽ തന്നെ ഓരോ മാസവും നിങ്ങൾക്ക് സ്റ്റൈഫൻഡായി പണവും ലഭിക്കുന്നു, 1000 രൂപയും ലഭിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഒരു പദ്ധതിയിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ബെനിഫിറ്റ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ജീവിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ കയർ ഉൽപാദനത്തിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം, വളരെ വലിയ രീതിയിൽ ബൂമിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സുലഭമായി, വളരെ ഫ്രീ ആയ ഒരു എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങൾക്ക് സ്വന്തമായി നമ്മുടെ നാട്ടിൽ തന്നെ ഈ ഒരു ബിസിനസ് ആരംഭിക്കാനും സാധിക്കും. അപ്പോൾ കേരളത്തിൽ വളരെ വലിയൊരു സാധ്യതയാണ് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നത്. ഉദ്യോഗിനി സ്കീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾക്ക് 3 ലക്ഷം രൂപ വരെയാണ് ആ ഒരു സ്കീമിലൂടെ ലോൺ നേടാൻ ആഗ്രഹിക്കുന്നത്. ചെറിയ രീതിയിൽ നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തുക ഉപയോഗിച്ച് നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ പരിശീലനവും നേടാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആരും ഇനി ഒട്ടും സമയം കളയേണ്ട. ഓരോ സ്ത്രീകൾക്കും സർക്കാർ പിന്തുണയോടുകൂടെ സ്വന്തമായി ബിസിനസ് ആരംഭിച്ച് നിങ്ങളുടെ ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ആരംഭിച്ചത്. ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഈ 2 സ്കീമിനെ കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ബിസിനസിനെ കുറിച്ച് വീണ്ടും കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ബോസ്വാല ആപ്പ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നിങ്ങൾക്ക് പലതരത്തിലുള്ള ബിസിനസ് ഐഡിയ ഇതിലൂടെ നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കോഴ്സ് നിങ്ങൾ പൂർണ്ണമായി കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെന്റേഴ്സിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്ത് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാനും സാധിക്കും. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഏത് തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ് വേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ, നമുക്ക് ആ വീഡിയോസും ചെയ്യാവുന്നതാണ്. ബോസ്വാല, ബി ദ ബോസ്.